അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഷാർ എന്ന ചെറുപ്പക്കാരൻ്റെ മരണം എൻ്റെ പ്രിയപ്പെട്ടവരെ വല്ലാത്ത വേദനിപ്പിക്കുന്ന ആ മരണം നടക്കുന്നത് പരിശുദ്ധ റമദാൻ അതിൻ്റെ 17-നാണ് നടക്കുന്നത്. ഈ ചെറുപ്പക്കാരൻ്റെ മരണം ഇത്രയും ദുഃഖമാകാൻ കാരണം ആ ചെറുപ്പക്കാരൻ എല്ലാവരുടെ സ്നേഹത്തോടു കൂടി പെരുമാറിയ, എല്ലാവരുടെ പുഞ്ചിരിയോടുകൂടി ആർക്കും വേണമെങ്കിലും എന്ത് സഹായം ചെയ്യാൻ മരണം സംഭവിക്കുന്ന ആ ദൃശ്യമാണ് വല്ലാത്ത സങ്കടപ്പെടുത്തുന്നത്. നമുക്കൊരിക്കലും മനുഷ്യനറിയില്ല ഇനി എന്താണ് ഈ അടുത്ത സെക്കൻഡിൽ ഒരു മനുഷ്യന് സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ നമ്മുടെ മനസ്സിലൊക്കെ ചിന്ത എന്താണ്? ഞാൻ ഒരുപാട് വർഷങ്ങൾ ജീവിക്കും, എൻ്റെ വല്യപ്പ തന്നെ മരിച്ചില്ല, എൻ്റെ ഉപ്പ അങ്ങനെയെല്ലാം ചിന്തിപ്പിക്കുന്നുണ്ടാവും. പക്ഷെ അതൊന്നുമല്ല. മരണത്തിന് ആരോഗ്യം പ്രശ്നമല്ല, മരണത്തിന് ഒന്നും സമ്പത്ത് പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല എന്നാണ് ഈ മരണങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എല്ലാവരും സ്നേഹം കവർന്ന്, എല്ലാവർക്കും ബഷാർ എന്ന് പറഞ്ഞാൽ വലിയ സ്നേഹമാണ്. അദ്ദേഹത്തിൻ്റെ പരോപകാരം, മറ്റുള്ളവർക്കുള്ള തൻ്റെ കരുതൽ, അതൊക്കെ വലിയ ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ആയിരിക്കണം. ഒരാൾ മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ 10 പേർ നല്ലത് പറയണം. അത് തീർച്ചയായും വജബത്ത് ലഹുൽ ജന്ന, അവർക്ക് സ്വർഗം നൽകുമെന്നാണ്. 10 പേർ നമ്മെക്കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ നല്ലൊരു മനുഷ്യനാണെന്ന് പറഞ്ഞാൽ തീർച്ചയായും അള്ളാഹു നമുക്ക് പൊരുത്തു തരും. അള്ളാഹു ജനങ്ങളുടെ അടുത്തുള്ള അംഗീകാരം കിട്ടുമ്പോൾ അള്ളാഹുവിൻ്റെ അടുത്ത് അംഗീകാരം കിട്ടും, ഉറപ്പാണ്. കാരണം ആത്മാർത്ഥമായ പ്രവർത്തനമായാലേ ഈ അംഗീകാരം കിട്ടുകയുള്ളൂ. പേരുക്കോ പ്രശസ്തിക്കോ ആകുമ്പോൾ തീർച്ചയായും ജനങ്ങളത് തിരിച്ചറിയുകയും ചെയ്യും. പക്ഷേ മുമ്പിൽ വെച്ചവർ നല്ല സംസാരമാണെങ്കിൽ ബാക്കിയിലൂടെ അവർ തീർച്ചയായും അതിനെക്കുറിച്ച് സംസാരിക്കും. കാരണം ഒരു സമ്പന്നനുണ്ട് എന്ന് ഒരു പാവപ്പെട്ടവനിക്കോ ഒരാൾക്ക് മനസ്സിലായാൽ തീർച്ചയായും അവരെന്ത് ചെയ്യും? അയാളുടെ അരികിൽ പോകും, എന്തെങ്കിലും ഒരു സമ്പത്ത് കിട്ടുമെന്ന്. പക്ഷേ അയാൾ രഹസ്യമായി അത് വിമർശിക്കുന്നത് അള്ളാഹു അത് പിന്നെ പരസ്യമാക്കും. ജനങ്ങൾക്ക് ഈ അടുത്തൊരു ആജിക്ക് മരണപ്പെട്ടു പോയി, അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ. എന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവത്തെക്കുറിച്ച് ഒരാൾ ഇങ്ങനെ പറഞ്ഞത് നാം കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. ഒരു പാവപ്പെട്ട ആൾ പോയി, ഒരു മകളുടെ വിവാഹം കഴിക്കാൻ വേണ്ടി ആവശ്യത്തിനാണ് പോയത്. പോയ സമയത്ത് അയാൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, വലിയ അപകടം നിറഞ്ഞ ചോദ്യമാണ്, വലിയ അപകടം നിറഞ്ഞ ചോദ്യമാണ്. അദ്ദേഹത്തിൻ്റെ മരണം അത് തെളിയിച്ചിരിക്കുന്നു. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പൊരുത്തു കൊടുക്കട്ടെ. കാരണം അയാൾ ചോദിച്ചത്, നീ മക്കളുണ്ടാക്കിയത് എന്നെ കണ്ടിട്ടാണോ? സുബ്ഹാനല്ലാഹ്, എന്ത് ചോദ്യമാണിത്? എന്ത് ചോദ്യമാണ്? ഒരു മുസ്ലിമായ മനുഷ്യന്, ഒരുപാട് സ്റ്റേജിനും പേജിലുള്ള ഒരു മനുഷ്യന്, ഒരു പാവപ്പെട്ടവൻ എന്തെങ്കിലും ഒരു സഹായം കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ തിരിച്ച് ചോദിച്ച മറുപടിയാണ്, അള്ളാഹു ഒരിക്കലും, അള്ളാഹു നൽകിയ സമ്പത്തല്ലത്, നിനക്ക് തന്നത് അള്ളാഹു അല്ലേ? അള്ളാഹു തന്നത് മിമ്മാ റസഖ്നാക്കും അല്ലേ, അൻഫിഖൂ മിമ്മാ റസഖ്നാക്കും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. നിനക്ക് മരണം വരുന്നതിൻ്റെ മുമ്പ് നാം നിനക്ക് തന്നതിന് നീ ചിലവഴിക്കും. നിൻ്റെ സമ്പത്ത് ചിലവഴിക്കുന്നില്ല. നിൻ്റെ സമ്പത്ത് നശിപ്പിക്കാൻ അള്ളാഹ്ക്ക് സെക്കൻഡുകൾ മതി. നിനക്കും നിൻ്റെ മക്കൾക്ക് മാരകമായ രോഗം വന്നാൽ നിൻ്റെ സമ്പത്ത് അവിടെ ഒന്നുമല്ല. അതിനെ ചികിത്സിക്കുന്ന കോടിക്കണക്കിന് രൂപ വേണമെന്ന് പറഞ്ഞാൽ നിൻ്റെ ഇവിടെ കച്ചവടം നഷ്ടപ്പെട്ടു പോകും. നിനക്ക് പിന്നെ അതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. നിൻ്റെ രോഗം തന്നെ, രോഗത്തിൻ്റെ ഒരു അടിമയായാൽ, നീനും നിൻ്റെ മക്കൾ അടിമയായാൽ പിന്നെ നീ എങ്ങനെ രക്ഷപ്പെടും? നിനക്ക് പിന്നെ രോഗത്തെ രക്ഷപ്പെടാനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ നിൻ്റെ സമ്പത്തൊക്കെ നീ വിൽക്കും, അതോടുകൂടി നീ പാവപ്പെട്ടവനാകും, പിന്നെ ഒരിക്കലും രക്ഷപ്പെടാത്തൊരവസ്ഥയിലേക്ക് എത്തും. അത്രയേ ഉള്ളൂ. തന്നത് നീ ചെലവഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ഇതാ ഇങ്ങനെ 10 പേർ നല്ലത് പറയും. അല്ലെങ്കിൽ നീ മരണപ്പെട്ടാലും നിന്നെക്കുറിച്ച് മോശമായ അഭിപ്രായമാണ് ജനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് അള്ളാഹു തന്ന സമ്പത്ത്, അള്ളാഹു നമുക്ക് തന്ന ആരോഗ്യ മാഫിയത്ത്, ഇതൊക്കെ ജനങ്ങൾക്ക് ഉപകരിക്കണം. അള്ളാഹുവിന് വേണ്ടിയാണ് ഇത് നമുക്ക് ചെയ്യേണ്ടത്. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി, അള്ളാഹ്ക്ക് റിളാക്ക് വേണ്ടി. ബഷാർ എന്ന ചെറുപ്പക്കാരൻ അങ്ങനെയായിരുന്നു. ബഷാറിന് വലിയ എല്ലാവർക്കും ഇഷ്ടമെന്ന് പറയുന്നത് അവരെല്ലാവരുടെ സ്നേഹത്തോടു കൂടി പെരുമാറിയിരുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നല്ലത്. കാരണം ഈ ബഷാറിൻ്റെ മരണം ഞാൻ പറയാൻ കാരണം അവനെക്കുറിച്ച് മരണപ്പെട്ടു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ ജനങ്ങളിങ്ങനെ കൂടി നിൽക്കുകയാണ്. എന്തുകൊണ്ട്? ബഷാറിൻ്റെ മരണം അവർക്ക് ഉൾക്കൊള്ളാനും സഹിക്കാനും പറ്റിയില്ല. ഒരിക്കലും അവർ ചിന്തിക്കാത്തൊരു മരണമായിരുന്നു. അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ, അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. റമദാൻ 17-നാണ്. നോക്കൂ, നമുക്കിത് വല്ലാത്ത സങ്കടം ഉണ്ടെങ്കിൽ മരണത്തിൻ്റെ ദിവസവും മരണത്തിൻ്റെ സമയവും ഒക്കെ വലിയ ചിന്തിപ്പിക്കുന്നതാണ്. അദ്ദേഹം ഒരു ടെമ്പോ ഡ്രൈവറായിരുന്നു. അത് പെട്ടെന്ന് ഇടിച്ചിട്ടാണ് മരണപ്പെടുന്നത്. അള്ളാഹു അപകടം മരണങ്ങൾ തൊട്ട് കാക്കട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു ഷഹീദിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകട്ടെ. ആ കുടുംബങ്ങൾക്ക് അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. പക്ഷേ ഇതിനാം ഈ മരണവാർത്തം പറയും, ഒരു ചെറിയ ദുആ നടത്തും. എന്നാലും എൻ്റെ പ്രിയപ്പെട്ടവർ, ആ കുടുംബങ്ങൾക്കത് മരണം വരെയായി. ഒരിക്കലും അവർക്ക് ആ മുഖം മറക്കാൻ പറ്റൂല. ഒരിക്കലും ആ കുടുംബത്തിൻ്റെ എല്ലാ സന്തോഷം ആ ഒറ്റ ദിവസം കൂടെ നഷ്ടപ്പെട്ടു. പിന്നെ എന്തും നല്ല പരിപാടി ചെയ്യുമ്പോൾ തൻ്റെ ബഷാറില്ലാതെ എന്ത് കാര്യം ചെയ്തിട്ട് എന്താ? അവിടെ ആർക്കാണ് സന്തോഷം?
എൻ്റെ പ്രിയപ്പെട്ട വാപ്പ മരണപ്പെട്ടു പോയി, നമുക്കെപ്പോഴും ആ ദുഃഖം അതിങ്ങനെ തലം കെട്ടി നിൽക്കുകയാണ്. അതിനൊരു സമാധാനം എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം അള്ളാഹുക്ക് വേണ്ടി ഇങ്ങനെ ക്ഷമിച്ചു സഹിച്ചു നിൽക്കുന്നു എന്ന ഒറ്റ കാരണമല്ലാതെ മറ്റൊരാൾക്കത് സമാധാനം പറഞ്ഞ് തീർക്കാൻ പറ്റുന്നൊരു സംഭവമേ അല്ല. അങ്ങനെയാണ് മരണമെന്ന് പറയുന്നത്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ബഷാറിന് അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ, ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.